ഓം ശാന്തി. നരകം, സ്വർഗം ഇവയെക്കുറിച്ച് സിസ്റ്ററുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് എൻ്റെ അടുത്തൊരു ബായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിന്നതിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ബായിക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തെല്ലാവർക്കും വേണ്ടി. ഒരു കാലഘട്ടത്തിൽ വരെ മനുഷ്യന്മാർ വിചാരിച്ചിരുന്നു സ്വർഗം എന്ന് പറയുമ്പോൾ മേലെ ആകാശത്തിൽ അങ്ങനെ കുറേ സ്വർണ്ണ കൊട്ടാരങ്ങളും രത്നങ്ങൾ പതിപ്പിച്ചതായിരിക്കുന്ന അലങ്കൃതമായ കൊട്ടാരങ്ങൾ, ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കാൻ സാധിക്കുന്ന കൽപ്പവൃക്ഷം, താഴെ മുത്തുരത്നങ്ങൾ വെതറിയതായിരിക്കുന്ന തൽപ്പങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് നടക്കാനായിട്ട് സ്വർണം പതിച്ചതായിരിക്കുന്ന സ്വർണം പാളികൾ പതിച്ചതായിരിക്കുന്ന തറകൾ, ഇങ്ങനെയൊക്കെ സ്വർഗം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് മനോഹരമായിട്ടുള്ള കുറേ സങ്കല്പങ്ങൾ ആകാശത്തിൽ എവിടെയോ ഉണ്ടായിരുന്നു എന്നാണ് മനുഷ്യൻ്റെ വിശ്വാസം. ഒപ്പം തന്നെ നരകം എന്ന് പറയുന്ന സമയത്ത് ഭൂമിയുടെ അടിയിൽ എവിടെയോ ഒരു പാതാളം, ആ പാതാളത്തിൽ സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം പോലും വരാത്തൊരു ലോകം, അവിടെ കുറേ ആളുകൾ 2 കൊമ്പും 2 പല്ലും വലിയ കണ്ണുമൊക്കെ ആയിട്ട് ഭീകരരൂപികളായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ മനുഷ്യന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ ധാരണയുണ്ടായിരുന്നു. ഇന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ സത്യസന്ധമായിട്ടുള്ള അവസ്ഥകളത്ത് പറയുകയാണ്. നമുക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, നമ്മുടെ ഭൂമി ഉരുണ്ടതാണെന്ന്. ഇതിൻ്റെ താഴെ അറ്റത്ത് പോയിട്ട് അങ്ങേ തലയ്ക്ക് നമ്മൾ നേരെ ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് അമേരിക്കയായിരിക്കും എൻ്റെ വിചാരം. ഒരു കാര്യം ഉറപ്പാണ്, അക്കരയും ഒരു ഭൂമിയാണ്, ഇത്തരം ഒരു ഭൂമിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അങ്ങേ തലയ്ക്ക് വേറൊന്നുമില്ല, ഇത് പരന്നിട്ടൊന്നുമല്ല, ഇതിൻ്റെ താഴെ വേറൊന്നും മേലെ വേറൊന്നൊക്കെ പറയാനായിട്ട്. ഇത് വാസ്തവത്തിൽ മനുഷ്യന്മാരുടെ സംസ്കാരത്തിൻ്റെ ആധാരത്തിലാണ് ഒരു മനുഷ്യൻ ദേവനെന്നും അസുരനെന്നും മനുഷ്യനെന്നൊക്കെ പറയുന്നത്. ഒരു സിമ്പിൾ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ എൻ്റെയും നിൻ്റെയും എന്ന് ഒരാൾ പറയുന്നുവെങ്കിൽ നമ്മൾ പറയും അവരെ മനുഷ്യന്മാരെന്ന്. കാരണം ഞാൻ എനിക്ക് ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലാവും നല്ലത് ചെയ്ത്, ഞാൻ ആരും ഉപദ്രവിക്കാനും ഇല്ല, ആരെയും സഹായിക്കാനും ഇല്ല, എനിക്കതൊന്നും പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാനൊന്നും ഞാൻ പോകുന്നില്ലല്ലോ എന്ന് പറയുന്ന പല വ്യക്തികളെയും നമുക്ക് കാണാം. അവർ വെറും മനുഷ്യ ചിന്താഗതിക്കാരാണ്. എന്നുവെച്ചാൽ അർത്ഥം അന്നന്നത്തെ സമ്പാദിക്കുന്നു, അന്നന്നത്തെ കഴിക്കുന്നു. അവർക്ക് ഭാവിയിലേക്കുള്ള പുണ്യമോ തൻ്റെ സത്കർമ്മങ്ങൾ കൊണ്ട് കിട്ടുന്ന സുഖങ്ങളോ ഇതൊന്നിനെക്കുറിച്ചും ചിന്തയില്ലാത്ത കുറേ മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് അവരെ മനുഷ്യൻ എന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. ഒരു മനുഷ്യൻ എൻ്റെയും നിൻ്റെയും എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ആരുടെ സാധനമായാലും എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ എൻ്റെയാണ്, പിന്നെ ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് ലോകത്ത് കാണാം. അവരെയാണ് അസുരൻ എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നത്. ആരാണോ എൻ്റെയും നിൻ്റെ എന്ന് പറയാൻ സാധിക്കുന്നത് അവർ നമുക്ക് ദേവൻ എന്ന് പറയാം. അതായത് അവർക്ക് ഈ വിശ്വത്തിൽ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും ഒരുപോലെ പെരുമാറാനും സാധിക്കുമെങ്കിൽ അവരെയാണ് ദേവൻ എന്ന് പറയുന്നത്. മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ചിന്താധാരയനുസരിച്ചാണ് അവൻ മനുഷ്യനാവുന്നതും ദേവനാവുന്നതും അസുരനാകുന്നതും. ഒരാൾക്ക് ആകാശത്തോളം വിശാലമായും ഉയർന്നും ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ, ഈ വിശ്വത്തിലെ സർവ്വജീവജാലങ്ങളെക്കുറിച്ചും സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, സർവർക്ക് വേണ്ടിയും ചിന്തിക്കാൻ കഴിയുമെങ്കിൽ നമുക്കവരെ ദേവൻ എന്ന് പറയാം. കാരണം അവരുടെ ചിന്താധാര ആകാശത്തോളം ഉയർന്നതാണ്. എന്നാൽ ചില മനുഷ്യന്മാരുണ്ട്, 1 ഗ്രാം പൊന്നിനു വേണ്ടി ഒരു കൊച്ചു കുഞ്ഞിനെ കൊന്നെറിയാനായിട്ട് യാതൊരു മടിയില്ലാത്ത ആൾക്കാർ. മറ്റൊരാളെ കൊന്നിട്ടാണെങ്കിലും തല്ലിയിട്ടാണെങ്കിലും എനിക്ക് വേണം സുഖം, എൻ്റെ ആയിരിക്കണം ധനം, ഞാനായിരിക്കണം രാജാവ് എന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യന്മാർ. 3 വയസ്സായ കുഞ്ഞിനും 90 വയസ്സായ മുത്തശ്ശിക്ക് പോലും ഈ ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്ത കുറേ മനുഷ്യന്മാർ. ആ കാറ്റഗറിപ്പെട്ട എല്ലാവരെയും ചേർത്ത് ഒരൊറ്റ പേരെ നമുക്ക് വിളിക്കാൻ പറ്റൂ, അസുരൻ എന്ന് വിളിക്കാം. അല്ലാതെ അസുരൻ എന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിൽ കുറേ മനുഷ്യന്മാരുണ്ടെന്നല്ല, അവരുടെ ചിന്താഗതി ഭൂമിയേക്കാൾ തരം താണ ചിന്താഗതിയാണ്. അതുകൊണ്ട് ചിന്താഗതി തരം താണതാണെങ്കിൽ അവരെ നമ്മൾ അസുരൻ എന്ന് പറയും. ചിന്താഗതി ഉയർന്നതിലും ഉയർന്നതാണെങ്കിൽ നമുക്ക് അവരെ ദേവൻ എന്ന് പറയാം. ചിന്താഗതി മിഡിൽ ലെവലാണെങ്കിൽ അവരെ നമുക്ക് മനുഷ്യൻ എന്ന് പറയാം. അല്ലാതെ പാതാളം എന്ന് പറഞ്ഞാൽ അങ്ങൊരു ലോകം, സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങ് മേലെ ആകാശത്തിലൊരു ലോകമല്ല. ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യന്മാരുള്ളിലും 16 കലാ സമ്പൂർണ്ണ സർവഗുണ സമ്പന്ന അഹിംസ പരമോധർമ്മ മര്യാദ പുരുഷോത്തമ സമ്പൂർണ്ണ നിർവികാരി എന്നതായിരിക്കുന്ന എല്ലാ ഗുണങ്ങളും 100% നിറയുമ്പോൾ ഈ ലോകം സ്വർഗ്ഗമാണ്. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും അവഗുണങ്ങൾ നിറയുമ്പോൾ ഈ ലോകം നരകമാണ്. ഞാൻ ഓർമ്മിക്കുക ഈ അവസരത്തിൽ ഗരുഡ പുരാണത്തിൽ നരകത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. പറയുന്നു, നരകത്തിലെ മനുഷ്യന്മാരെ ചട്ടിയിലിട്ട് വറക്കും, എണ്ണയിലിട്ട് പൊരിക്കും, കൈവെട്ടും, കാലുവെട്ടും, മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് എറിയും എന്നൊക്കെ പറയുന്നു. തീർച്ചയായിട്ടും ഈ ലോകത്ത് എന്താ ഇപ്പം നടക്കാത്തെ? കണ്ണീരിൻ്റെ എണ്ണയിൽ മനുഷ്യനെ പൊരിക്കുന്നുമുണ്ട്, ടെൻഷൻ്റെ വറച്ചട്ടിയിൽ മനുഷ്യനെ വറക്കുന്നുമുണ്ട്, കൈവെട്ടുന്നു കാല് വെട്ടുന്നു അങ്ങനെ പണിയായിട്ട് എടുത്ത ആൾക്കാർ പോലും ഉണ്ടല്ലോ ഇന്ന് ലോകത്ത്.
പിന്നെ മറ്റൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ഓരോ 2 മിനിറ്റിലും 3 വർഷം മുന്നേ ഞാൻ വായിച്ച പേപ്പർ റിപ്പോർട്ടാണ്, ഓരോ 2 മിനിറ്റിലും ഒരു ജീവൻ റോഡിൽ പൊലിയുന്നു എന്ന്. ഇനി കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആയിരിക്കാം, എന്തായാലും ഒരു റോഡിൽ എത്രയോ ജീവിതങ്ങൾ ഒരു ദിവസം പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോഡ് അപകടങ്ങളിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അണുകുടുംബങ്ങളാണ്. ആ അണുകുടുംബങ്ങളിലെ രാവിലെകളിൽ സുപ്രഭാതങ്ങളിൽ തൻ്റെ പുത്രിയോടും പത്നിയോടും സ്നേഹത്തോടെ യാത്ര പറഞ്ഞു പോകുന്ന അച്ഛൻ ബൈക്കോ കാറോ വണ്ടികളുടെയോ അപകടങ്ങളിൽപ്പെട്ട് വൈകുന്നേരം ആ ഡെഡ് ബോഡി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ, ആ കുടുംബത്തിൻ്റെ മേലെ നിന്ന് തണലിൻ്റെ മരം അങ്ങ് വെട്ടി മാറ്റപ്പെടുമ്പോൾ അവർ ദുഃഖത്തിൻ്റെ എരിവെയിൽ എരിയന്നെയല്ലേ. മലയുടെ മുകളിൽ നിന്ന് താഴ്ത്തെറിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, ഒന്നിച്ച് മരിച്ചു പോവല്ലോ, സന്തോഷിക്കാം നമുക്ക്. പക്ഷേ ആ കുടുംബങ്ങൾ പിന്നെ മലയുടെ മുകളിൽ നിറഞ്ഞതിനേക്കാൾ കണ്ണീരിൽ. ഞാൻ പല ദൃശ്യങ്ങളും പല വീട്ടിലും ഒന്നൊന്നുമല്ല ഇത് പറയുമ്പോൾ എൻ്റെ മുന്നിൽ എത്ര അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണീരാണ്, കരയുന്ന മുഖങ്ങളാണ് വരുന്നതെന്നറിയോ. അത്രമാത്രം ആളുകൾ ഒരു ദിവസം മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് എറിയപ്പെടുകയാണ്. തേളും പാമ്പും ഒക്കെ കുത്തും കടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്കറിയോ, തേളെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യന്മാരും ലോകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുള്ളവരാണ്. ചില ആളുകളുടെ സ്വഭാവം മറ്റുള്ളവരുടെ കുറവെന്തെന്ന് കണ്ടെത്തി അതിങ്ങനെ തേള് കൊമ്പിൽ കൊണ്ട് നടക്കും പോലെ കൊണ്ട് നടക്കും, അവസരം വരുമ്പോൾ കുത്താൻ. അത്തരം സംസ്കാരമാണ് തേളെന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ആളുകൾ, അധ്വാനിക്കാതെ പണിയെടുക്കാതെ ഒരു കാര്യം ചെയ്യാതെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ അധ്വാനിച്ച് കൊണ്ടുവരുമ്പോൾ അതും കഴിച്ച് ജീവിക്കുന്ന കുറേ ആളുകളും ഉണ്ട്. അവരാണ് ശരിക്കും മൂട്ടകൾ. അതുകൊണ്ട് മൂട്ടയും തേളും വായിൽ വിഷം കൊണ്ട് നടക്കുന്ന, പാമ്പിൻ്റെ വായിലെ വിഷം എന്നറിയാം, പക്ഷെ മനുഷ്യൻ്റെ എവിടെയാ വിഷം എന്നറിഞ്ഞൂടാ. വാക്കിൽ ഏത് വാക്കുകൊണ്ടാണ് വിഷം കുത്തിവെച്ച് ബന്ധങ്ങളെ തകർക്കുക എന്നറിഞ്ഞൂടാ. ഇത്രയും വിഷലിപ്തമായിരിക്കുന്ന ഈ ലോകം, ഇതിനെയാണ് കുംഭീപാക നരകം അല്ലെങ്കിൽ രസാതലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകം രൗരവ നരകം അഥവാ കുംഭീപാക നരകത്തിൻ്റെ വേറൊരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ പോയി നോക്കി നോക്കൂ. ഷുഗർ വാർഡിൽ അതുപോലെ പല രോഗങ്ങൾ വന്നിട്ട് കൈ മുറിച്ചു കളയുന്നു, കാല് മുറിച്ചു കളയുന്നു, കരണ്ട് കൊണ്ട് കത്തിക്കുന്നു. പറയുമ്പോൾ ചികിത്സയാണ്, പക്ഷെ ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് എ പണിഷ്മെൻറ്റ്. കണ്ണുകുത്തും നരകത്തിലെന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കലിയുഗത്തിൽ ഓൾമോസ്റ്റ് ഉള്ള ആളുകളുടെയും കണ്ണുകുത്തുകയാണ്. വാർദ്ധക്യത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ കണ്ണിൽ തിമിരം വരാൻ തുടങ്ങുന്നു. തിമിരം കളയാൻ വേണ്ടി ഡോക്ടർ പറയുന്നു ചെറിയൊരു ഓപ്പറേഷൻ സാരമില്ല, ഇപ്പോഴാണെങ്കിൽ ആധുനിക ചികിത്സകളുണ്ട്, ഒരു ദിവസം കൊണ്ട് തിരിച്ചു പോവാം. പക്ഷെ എന്നിരുന്നാലും കണ്ണുകുത്തൽ തന്നെയല്ലേ നടക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് മനുഷ്യന്മാരുടെ കർമ്മം ശുദ്ധീകരിക്കാതെ വന്ന സമയത്ത് തൻ്റെ കർമ്മഫലമായിക്കൊണ്ട് മനുഷ്യൻ ഇത്തരം ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകം ശരിക്കും ഒരു നരകത്തിൻ്റെ രൗരവ നരകം, കുംഭീപാക നരകം എന്നൊക്കെ ഗരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള നരകത്തിൻ്റെ വേറൊരു പ്രതിരൂപമായിട്ട് ഈ ലോകം മാറിയിരിക്കുന്നു. ഒരു കാര്യം നമുക്കറിയാം, കൂരിട്ട് നിറഞ്ഞൊരു രാത്രി ഉണ്ടെങ്കിൽ തീവ്രപ്രകാശം നിറഞ്ഞൊരു പകലും ഉണ്ട്. ഇന്ന് ദുഃഖം നിറഞ്ഞ ഈ ലോകമാണെങ്കിൽ മനുഷ്യന്മാരുടെ സംസ്കാരം ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു നല്ല പ്രഭാതം, ഒരു നല്ല സുഖകരമായ ലോകവും മറുത്തുണ്ടായിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ആ ലോകത്ത് നമ്മുടെ ഡ്രീം ആക്കിക്കൊണ്ട് നമുക്കെല്ലാം നമ്മുടെ സംസ്കാരത്തെ പരിവർത്തനം ചെയ്യാം. എല്ലാ സഹോദരി സഹോദരന്മാരുടെ സംസ്കാര പരിവർത്തനം ചെയ്യാൻ വേണ്ടി നമ്മളാലാകുന്നത് എന്തും നമുക്ക് ചെയ്യാം. ഈ നരകത്തെ സ്വർഗമാക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം. ഓം ശാന്തി.